ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പിന്നെയും ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ പഠിച്ച് ബെറ്റർ ആകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഈവൻ പ്രൊഫഷണലി ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ബോർഡം അല്ലെങ്കിൽ ആ ഒരു വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ഫേസാണ് എന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാനെപ്പോഴും വീട്ടിൽ തന്നെ ജീവിച്ച ഒരാളായിരുന്നു. കാരണം ഇവൻ സ്കൂളിംഗ് ആണെങ്കിലും കോളേജ് ആയാലും എല്ലാം എൻ്റെ വീട് വിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ സ്കൂളും കോളേജിങ്ങും ഒക്കെ കഴിഞ്ഞത്. ഈ ജോലി കിട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് ഔട്ട് ഓഫ് മൈ സിറ്റി ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ടാണ് എന്നെ ഈ ജോലിക്ക് ഇങ്ങോട്ടേക്ക് വിട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വരണ്ടായിരുന്നു, വേറെ ജോലി ഈവൻ നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടെ അടുത്തുള്ള സ്ഥലത്ത് കിട്ടിയേനെ. ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ ആയാലും ട്രൈ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം പൂനെ കുറച്ചുകൂടെ ദൂരെയാണ്. പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റില്ല. 2 ദിവസം എടുക്കും ട്രെയിനിൽ. ഫ്ലൈറ്റിലാണെങ്കിലും എപ്പോഴും ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റുന്നത് ഫീസിബിൾ അല്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും വീട് മാറി നിൽക്കുകയാണെങ്കിലും ഞാൻ ഹോം സിക്കാണ്. പിന്നെ സാഹചര്യം ഇതായതുകൊണ്ടും ഇത് ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടും ഞാൻ ഇതിനോട് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ 3.5 വർഷമായി. ഇപ്പോഴും എനിക്ക് ഓരോ ലൈക്ക് ചില സമയങ്ങളിൽ പനി വരിക, വയ്യായ്ക വരികയൊക്കെ ചെയ്യുമ്പോൾ അമ്മയെ കാണണം, വീട്ടിൽ പോകണം എന്നൊക്കെ ഉള്ള ഫീലിങ്സൊക്കെ വരും. പക്ഷേ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ലീവ് എടുത്ത് പോകാനും പറ്റില്ലല്ലോ. ഐ ടി എംപ്ലോയി ആയിപ്പോയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യാനൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ വായി തോന്നുന്നൊക്കെ പറയും. പ്രീ പ്ലാൻ ചെയ്തൊക്കെയാണ് വോയിസ് ഓവർ ചെയ്യാനിരുന്നത്. പക്ഷേ അതും പറ്റുന്നില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അങ്ങോട്ടേക്ക് പറയുന്നത്. ഒരു ഓർഡറും ഇല്ലാതെ എന്തൊക്കെയോ പറയാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കണം, പിന്നെ ഒരു പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനും വിചാരിച്ചിട്ടാണ് ഈ അരിഞ്ഞു കൂട്ടുന്നത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്ലാറ്റാട്ടോ. ഇവിടെ ഇപ്പോൾ ഞാനുണ്ട്, റൂംമേറ്റ് റൂമിലാണ്. അവളങ്ങനെ കറക്റ്റ് ടൈമിന് കുക്കിംഗ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല.